നമ്മൾ കഴിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു കഷ്ണം വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നുവെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അത് ഒരു അത്ഭുതലോകം തന്നെയാണ്. നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്തൊരു ലോകം. അവിടെ ഒരുപാട് രാസപ്രവർത്തനങ്ങളും പിന്നെ യാന്ത്രികമായ അത്ഭുതങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ ആ രഹസ്യങ്ങളിലേക്കാണൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. അതെ, ശരിയാണ്. എല്ലാം തുടങ്ങുന്നത് നമ്മൾ എന്ത് കഴിക്കണം എന്ന ആ ഒരു ചെറിയ തെരഞ്ഞെടുപ്പിൽ നിന്നാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു എന്നതിലാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. അപ്പോ നമുക്ക് ദഹനത്തിന്റെ ഈ അത്ഭുത ലോകത്തേക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ? നമ്മുടെ ശരീരത്ത് ഒരു ഹൈ പെർഫോമൻസ് കാറായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ ആരും അങ്ങനെയൊരു കാറില് നിലവാരം കുറഞ്ഞ ഇന്ധനമടിക്കില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ കാര്യവും. അതിന് നല്ല പ്രീമിയം ഇന്ധനം തന്നെ വേണം. ഈ ഇന്ധനമെന്ന് പറയുന്നതെന്താണ്? അന്നജം, മാംസ്യം, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ, ഇതെല്ലാം അടങ്ങിയ ഒരു സമീകൃത ആഹാരം. ഇതാണ് നമ്മുടെ ശരീരത്തെ ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ ഈ ഒരു അത്ഭുതകരമായ യാത്ര എവിടെ നിന്നാണ് തുടങ്ങുന്നത്? സംശയിക്കേണ്ട, നമ്മൾ കഴിക്കുന്ന ആദ്യത്തെ ആ ഒരു കടിയിൽ നിന്ന് തന്നെ. അപ്പോൾ ആദ്യം നമുക്ക് വായിൽ നടക്കുന്ന ആ മെക്കാനിക്കൽ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കാര്യം അറിയാമോ? നമ്മുടെ പല്ലുകൾക്ക് കേടുപാടുകൾ വന്നാൽ അത് സ്വയം ശരിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പല്ലുകൾ നല്ലപോലെ നോക്കണമെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കടുത്തമുള്ള വസ്തുവായ ഇനാമൽ വെച്ചാണ് പല്ലുകൾ ഭക്ഷണത്തെ ശരിക്കും പൊടിച്ചെടുക്കുന്നത്. ചിലർക്ക് തോന്നാം ഇത് വെറുമൊരു മര്യാദയുടെ കാര്യമല്ലേ എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇതിന് പിന്നിൽ അതിശയിപ്പിക്കുന്ന ഒരു ശാസ്ത്രീയ കാരണം തന്നെയുണ്ട്. എന്താണെന്നല്ലേ? നമുക്ക് നോക്കാം. ഇങ്ങനെയൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളുടെ തൊണ്ടയുടെ പുറകിലായിട്ട് ഭയങ്കര സ്മാർട്ടായ ഒരു ട്രാഫിക് പോലീസ് നിൽക്കുന്നുണ്ട്. അയാളുടെ പേരാണ് എപ്പിഗ്ലോട്ടിസ്. നമ്മൾ ഭക്ഷണം വിഴുങ്ങുമ്പോൾ ഓരോ തവണയും അത് ശരിയായ വഴിയിലൂടെ, അതായത് അന്നനാളത്തിലേക്ക് തന്നെ പോകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് ഈ ട്രാഫിക് പോലീസുകാരനാണ്. അല്ലെങ്കിൽ എങ്ങാനും ശ്വാസനാളത്തിലേക്ക് പോയാലോ? അപ്പോ അതാണ് സംഗതി. ഈ ഒരു തരംഗചലനം ഇത് അന്നനാളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലാട്ടോ. നമ്മളൊരു ടൂത്ത് പേസ്റ്റ് ട്യൂബ് ഞെക്കി പേസ്റ്റ് പുറത്തെടുക്കില്ലേ? ഏകദേശം അതുപോലെ നമ്മുടെ ദഹനനാളത്തിലൂടെ ഭക്ഷണത്തെ മുന്നോട്ട് തള്ളി നീക്കുന്ന ഒരു തരം എഞ്ചിനാണ് ഈ പെരിസ്റ്റാൾസിസ്. ഇനി ആമാശയത്തിലേക്ക് വന്നാല് അതൊരു ഒന്നൊന്നര ബ്ലെൻഡറാണ്. ഈ ബ്ലെൻഡർ ഭക്ഷണത്തെ നല്ല ശക്തിയേറിയ ആസിഡുകളും എൻസൈമുകളുമായിട്ട് കൂട്ടിയിളക്കി ഒരു കുഴമ്പ് പരുവത്തിലാക്കും. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ആമാശയത്തിലെ ആസിഡിനെ ലോഹത്തെ പോലും അരിയിച്ചു കളയാനുള്ള കഴിവുണ്ട്. അത്രയ്ക്കും പവർഫുള്ളാണ്. അപ്പോ ഭക്ഷണത്തിന്റെ മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്നത് യഥാർത്ഥ മാജിക്കാണ്. അതെ, രാസീയ ദഹനത്തിന്റെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ രാസീയ ദഹനമെന്ന് പറഞ്ഞാൽ ഒരു പൊളിച്ചുമാറ്റൽ സംഘത്തെ പോലെയാണ്. വലിയ ഭക്ഷണ തന്മാത്രകളില്ലേ, അതിനെ ചെറിയ കഷണങ്ങളാക്കി മുറിക്കുന്ന കുഞ്ഞൻ തൊഴിലാളികളാണ് ഈ എൻസൈമുകൾ. ഇങ്ങനെ ചെറിയ കഷണങ്ങളാക്കിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് അതിനെ ഊർജ്ജത്തിനും വളർച്ചയ്ക്കുമൊക്കെയായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. ശരി, അപ്പൊ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ ഒരു ന്യൂട്രിയൻ റിഫൈനറി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കിയാലോ? ഓരോ സ്ഥലത്തും ഓരോ ജോലിയാണ്. തുടക്കം വായിൽ വെച്ചാണ്. സലൈവറി അമൈലേസ് അന്നജത്തെ വിഘടിപ്പിക്കാൻ തുടങ്ങും. പിന്നെ ആമാശയത്തിലെത്തുമ്പോൾ പെപ്സിൻ പ്രോട്ടീന്റെ പണി തുടങ്ങും. ഒടുവിൽ ചെറുകുടലിലെത്തുമ്പോഴേക്കും ഒരു കൂട്ടം എൻസൈമുകൾ വന്ന് ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനിനെയും കൊഴുപ്പിനെയും ഒക്കെ അങ്ങ് വിഘടിപ്പിക്കും. എന്തു മനോഹരമായിട്ടാണിതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്, അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഭക്ഷണം ഇപ്പൊ കുഞ്ഞു കുഞ്ഞു കഷണങ്ങളായി, ശരീരം ഉപയോഗിക്കാൻ പാകത്തിനായി. പക്ഷേ അടുത്ത ചോദ്യം ഇതാണ്: ഈ പോഷകങ്ങൾ ദഹനവ്യവസ്ഥയിൽ നിന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എങ്ങനെയെത്തും? അവിടെയാണ് നമ്മുടെ ചെറുകുടൽ ഒരു ഹീറോയെ പോലെ വരുന്നത്. ഈ ചെറുകുടൽ ഏകദേശം 6 മീറ്റർ നീളമുണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത്രക്കൊന്നും തോന്നില്ല. പക്ഷേ അത് നിവർത്തിരച്ചാൽ ഒരു ജിറാഫിന്റെ അത്രയും ഉയരം വരും. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഇത്രയും നീളമുള്ളതുകൊണ്ടാണ് പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലം കിട്ടുന്നത്. ആഗിരണം പരമാവധി കൂട്ടാനായിട്ട് ഒരു സൂത്രപ്പണിയുണ്ട്. ചെറുകുടലിന്റെ ഉൾഭാഗം ഒരു വെൽവെറ്റ് പരവതാനി വിരിച്ചതുപോലെയാണ്. ലക്ഷക്കണക്കിന് വിരലുകൾ പോലെയുള്ള മടക്കുകൾ. ഇതിനെയാണ് നമ്മൾ വില്ലുകൾ എന്നു പറയുന്നത്. നമ്മുടെ ഭക്ഷണത്തിലെ എല്ലാ നല്ല പോഷകങ്ങളെയും വലിച്ചെടുക്കുന്നത് ഈ വില്ലുകളാണ്. ഈ കാണുന്നത് ഒരൊറ്റ വില്ലസിനെ സൂം ചെയ്ത് കാണിക്കുന്നതാണ്. നോക്കൂ, ഈ ചെറിയൊരു ഘടനയ്ക്കുള്ളിൽ പോഷകങ്ങളെ പിടിച്ചെടുക്കാൻ റെഡിയായിട്ട് അതിലും ചെറിയ കുഴലുകൾ നിൽപ്പുണ്ട്.
അതായത് ചെറിയ രക്തക്കുഴലുകളുടെയും ലിംഫ് കുഴലുകളുടെയും ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ഇതിനകത്തുണ്ട്. ഈ വെല്ലസിനെ നമുക്കൊരു തിരക്കേറിയ ട്രാൻസ്പോർട്ട് ഹബ്ബായിട്ട് കാണാം. ഇവിടെ 2 തരം വാഹനങ്ങളുണ്ട്. ഒന്ന് രക്തലോമികകൾ. ഇവ എക്സ്പ്രസ് ട്രെയിനുകൾ പോലെയാണ്. പഞ്ചസാര, അമിനോ ആസിഡ് പോലുള്ളവയെ പെട്ടെന്ന് തന്നെ രക്തത്തിലേക്ക് എത്തിക്കും. രണ്ടാമത്തത് ലാക്റ്റിയൽ. ഇതൊരു ചരക്ക് കപ്പല് പോലെയാണ്. ഫാറ്റി ആസിഡുകളെയും ഗ്ലിസറോളിനെയും ലിംഫ് സിസ്റ്റത്തിലൂടെ കുറച്ചുകൂടി സാവധാനത്തിൽ കൊണ്ടുപോകും. ശരി, അപ്പോ പോഷകങ്ങളെയെല്ലാം ആഗിരണം ചെയ്തു കഴിഞ്ഞു. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. അവയെല്ലാം എത്തേണ്ടിടത്തെത്തിക്കണ്ടേ? അതിനായി നമ്മുടെ ശരീരത്തിലൊരു കിടിലൻ വിതരണ ശൃംഖലയുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ഈ ഹൈവേകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ധമനികൾ. ഇവ മെയിൻ ഫ്രീവേകൾ പോലെയാണ്. നല്ല കട്ടിയുള്ള ഭിത്തിയാണ്. രക്തം നല്ല പ്രഷറിലാണ് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പിന്നെ സിരകൾ. ഇവ സാധാരണ റോഡുകൾ പോലെയാണ്. പ്രഷർ കുറവാണ്. രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് വരുന്നു. അവസാനം ലോമികകൾ. ഇവയാണ് നമ്മുടെ ചെറിയ ഇടവഴികൾ. ഇവിടെ വെച്ചാണ് പോഷകങ്ങളും മാലിന്യങ്ങളുമൊക്കെ കൈമാറ്റം ചെയ്യുന്നത്. രക്തത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷേ ലിംഫ് എന്നൊരു സംഭവം കൂടിയുണ്ട്. ഒരു കാര്യമറിയാമോ? നമ്മുടെ ശരീരത്തിൽ രക്തത്തേക്കാൾ കൂടുതൽ ലിംഫ് ദ്രാവകം ഉണ്ട്. നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു സൈലന്റ് വർക്കറാണ് ഈ ലിംഫ്. പക്ഷെ ഗതാഗതത്തിനും പ്രതിരോധത്തിനും ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോ ഇതാണ് ആ യാത്ര. നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിലെ ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് ഊർജ്ജമായി മാറുന്ന, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ധനമായി മാറുന്ന ആ വലിയ പ്രക്രിയ. ഇതെല്ലാം ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അടുത്ത തവണ കഴിക്കാനിരിക്കുമ്പോൾ ഉള്ളിൽ നടക്കാൻ പോകുന്ന ഈ അത്ഭുത യാത്രയെക്കുറിച്ച് ഒരു നിമിഷം ഓർക്കുന്നത് നല്ലതാണല്ലേ? നോക്കൂ, നിങ്ങളുടെ ശരീരം ഈ ന്യൂട്രിയന്റ് റിഫൈനറി 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കുകയാണ്. അതിനേറ്റവും നല്ല ഇന്ധനം കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോ അടുത്തതായിട്ട് നിങ്ങളുടെ ഈ അത്ഭുത യന്ത്രത്തിന് എന്ത് ഇന്ധനം നൽകാനാണ് നിങ്ങൾ പോകുന്നത്?